നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPM. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. നാടകോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയം. പ്രദർശനത്തിൽ നിറയുന്നത് നാടകങ്ങളുടെ രത്ന ചുരുക്കം. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടമുയരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. 6 ക്ലാസ് മുറികളുള്ള ഇരുനില കെട്ടിടം സർക്കാർ വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടാകും. കോട്ടായി വറോഡ് കണ്ണച്ചിപ്പറമ്പ് പൊറ്റ ഗ്രാമത്തിലെ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തിസുന്ദരമായി. പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ. വടനകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് ഒരുക്കങ്ങളായി. ശുദ്ധി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ജനുവരി 30, 31 തീയതികളിൽ. വാർത്തകൾ വിശദമായി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RS ഗീതം പാടിച്ച നടപടി ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് CPIM. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ CPM ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഓഫീസുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ സ്ഥലമാക്കി മാറ്റരുത് എന്ന ചട്ടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി RSSന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയിട്ടുള്ളതെന്ന് CPM ആരോപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെവിടെയും ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞതിന്റെ കണക്ക് പറയാനില്ലാത്ത RSS ഗൂഢശ്രമത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രപിതാവിനെ കൊല ചെയ്തതിൻ്റെ പാപക്കറ ഇപ്പോഴും പേറുന്ന RSSന്റെ ശാഖയിൽ പാടുന്ന പാട്ട് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പാടിയത് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളോടുള്ള അവഹേളനമാണെന്നും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം C. ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് ഒരു ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള നീതിക്ക് നിരക്കാത്ത സംഭവ വികാസമാണ് ഇന്നലെ അരങ്ങേറിയത്. RSS ശാഖയിൽ ചൊല്ലുന്ന ഗണഗീതം പിഞ്ചോമന മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ മുറിവേൽപ്പിച്ച ആദ്യ സമാനമാണ് BJPയുടെ ഈ 2025 വരുന്നതിന് ശേഷം ഈ ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. S. ദിലീപ്, KR മനോജ് കുമാർ, N. കുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയുടെ ക്യാബിനെത്തിയ നേതാക്കൾ പ്രശ്നത്തിന്റെ ഗൗരവം സെക്രട്ടറി ഇൻചാർജ് ബിന്ദുവിനെ ബോധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിനോടനുബന്ധിച്ചൊരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയം. നാടകങ്ങളുടെ രത്ന ചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനത്തിൽ നിറഞ്ഞിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൻ്റെ 16ാം പതിപ്പിലെ ചിത്രപ്രദർശനമാണ് വേറിട്ട അനുഭവമാകുന്നത്. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രദർശനത്തിൽ പങ്കെടുത്ത 4 കലാകാരന്മാരിൽ ഒരാളും നാടകപ്രവർത്തകനുമായ വിജേഷിൻ്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശനിയിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിൻ്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്.
എന്നെ കൂടാതെ 3 പേരാണ്. ഒന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞ വിജേഷ് KVയും അതുപോലെ തന്നെ അഡാട്ട് ഗോപാലേട്ടനുമാണ് മറ്റ് 2 പേര്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വിജേഷ് KV ഈ ഒരു ഇറ്റ്ഫോക്കിനെ നോക്കിക്കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ അത്യാഹ്ലാദത്തോടു കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടാകും, ഈ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടാകും എന്നുള്ള വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കുകയുണ്ടായത്. എന്തായാലും ഇറ്റ്ഫോക്കിൽ നമ്മളൊരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ടും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. മാവിൻ ചുവടും അതുപോലെ തന്നെ പ്രധാന ഗാലറിയിലും വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇറ്റ്ഫോക്കിൽ ഈ അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് അവർ അനുസ്മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഓർക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. 3ാം തിയേറ്റർ എന്ന ആശയത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിൻ്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിൻ്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിൻ്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് ബാദൽ സർക്കാർ തൻ്റെ നാടകങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ സ്കെച്ചുകൾ ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടില്ല. തിയേറ്റർ സ്കെച്ച് നാടകവും ചിത്രകലയും സന്നിവേശിപ്പിക്കാൻ നാടകത്തിൽ ചിത്രകലയുണ്ട്. അത് രംഗപടമായാലും മറ്റ് ലൈറ്റിംഗ് സംവിധാനമായിട്ടും മറ്റ് കളറുകളൊക്കെ ആയാലും ഒക്കെ അതിൻ്റെ സെറ്റിങ്സിലൊക്കെ നമുക്ക് ചിത്രകല കാണാൻ കഴിയും. പക്ഷെ ഇത് നേരെ വ്യത്യസ്തമായി ഡ്രോയിങ്സിലൂടെ ഒരു സംവിധായകൻ കാണാത്ത ചില ഇടങ്ങൾ, ശൂന്യതകൾ, നിരീക്ഷണങ്ങൾ, പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചില ചിന്തകൾ, നിലപാടുകൾ, രീതികൾ, അങ്ങനെയുള്ള ബിംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വരകൾ, ഇത്തരം സാധ്യതകളിലേക്കാണ് ഒരു പുതു പ്രവൃത്തി എന്നുള്ള രീതിയിൽ, പുതിയ രീതി എന്ന നിലയിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇറ്റ്ഫോക്കിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയുമായിട്ട് ഞങ്ങൾ കാണുന്നതും ഇറ്റ്ഫോക്ക് കാണുന്നതും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിൽ ഒന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6 ക്ലാസ് മുറികളുള്ള 2 നിലകളിലായാണ് കെട്ടിടം ഉയരുക. പരുത്തിപ്പുറ ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന് ആവശ്യമായ പില്ലറുകൾക്കുള്ള കുഴിയെഴുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി 6 ക്ലാസ് മുറികളുള്ള 2 നിലകളിലായാണ് കെട്ടിടം ഉയരുക. 2025 നവംബർ ആദ്യവാരത്തിൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി പണി കഴിപ്പിച്ച 4 പഴയ കെട്ടിടങ്ങളാണ് നിലവിൽ സ്കൂളിലുള്ളത്. കെട്ടിടങ്ങളിൽ പലതും കാലപ്പഴക്കം ചെന്ന സാഹചര്യത്തിലാണ് പുതിയ ക്ലാസ് മുറി കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് ഡിവിഷൻ വരെയാണ് സ്കൂളിലുള്ളത്. നിലവിൽ 200ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കൂടുതൽ സൗകര്യപ്രദമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി വറോഡ് കണ്ണച്ചിപ്പറമ്പ് പൊറ്റഗ്രാമം ശ്രീ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി കിഷോർ സ്വാമിയുടെയും ചെമ്പൈ ഗ്രാമം ദണ്ഡപാണി അയ്യരുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദർശനമായിട്ടുള്ള വിദ്യാഗണപതി അഥവാ പ്രസന്ന ഗണപതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമുള്ള ഭഗവാൻ അവർക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ടും സിദ്ധിയുടെയും ബുദ്ധിയുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇവിടെ വിശേഷമായി കൊടുക്കുന്ന പ്രസാദം പേനയാണ്. വിദ്യയുടെ പ്രതീകമായിട്ടുള്ള മഹാഗണപതിവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹപ്രദായകനായി വാണരുന്ന ശ്രീ ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ ശ്രീ സുബ്രഹ്മണ്യ സാന്നിധ്യം കൂടി ജ്യോതിഷവിധിയിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബ്രഹ്മണ്യനെ കൂടി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നതിന് തീരുമാനമായത്. ക്ഷേത്രം തന്ത്രി കിഷോർ സ്വാമിയുടെയും ചെമ്പൈ ഗ്രാമം ദണ്ഡപാണി അയ്യരുടെയും കാർമ്മികത്വത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഒരു 5-6 മാസം മുമ്പാണ് ഇവിടെ ഈ പൊറ്റഗ്രാമത്തിലെ മഹാഗണപതിക്ക് പുനരുദ്ധാരണ കുംഭാഭിഷേകം നടന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കർമാദികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ജനുവരി 26 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച പ്രതിഷ്ഠാകർമ്മങ്ങൾ ചൊവ്വാഴ്ച വിപുലമായ അന്നദാനത്തോടെ സമാപിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് അംഗം ഗിരീഷ്, മാതൃസമിതി രക്ഷാധികാരി സുനിത രമേശ്, ക്ഷേത്രം രക്ഷാധികാരി KK രാമചന്ദ്രൻ, മേൽശാന്തി
അമ്പലത്തിൽ വേലായുധൻ, മാതൃസമിതി പ്രസിഡന്റ് മഞ്ജു, സെക്രട്ടറി രേഷ്മ, ട്രഷറർ സുമിത, വൈസ് പ്രസിഡന്റ് അജിത രതീഷ്, ജോയിന്റ് സെക്രട്ടറി ജിനി വിജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഒരു വർഷമായി ഈ അമ്പലത്തിൻ്റെ പണികളെല്ലാം നടന്ന് ജൂലൈ 1-നാണ് ഇവിടെ കുംഭാഭിഷേകം കഴിഞ്ഞത്. അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാളനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശുദ്ധിയും പ്രതിഷ്ഠാ ദിനവും ജനുവരി 30, 31 തീയതികളിൽ നടക്കും. തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. മഹാദേവൻ പടിഞ്ഞാറിലേക്ക് ദർശനമരുളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് തൃത്താന്തോന്നി. തനിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുമെന്ന സങ്കല്പം തന്നെയാണ് തൃത്താന്തോന്നി എന്ന പേരിനും ആധാരം. അപൂർവതകളുള്ള നാടിൻ്റെ ഇഷ്ടദേവൻ്റെ സന്നിധിയിൽ ശുദ്ധിക്രിയകളും പ്രതിഷ്ഠാദിനാഘോഷവും നടക്കുകയാണ് ജനുവരി 30, 31 തീയതികളിൽ. ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി കരിയന്നൂർമന ഭവത്രാതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 നട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് 101 കുടം അഭിഷേകം നടക്കും. ചുറ്റുവിളക്ക്, ദീപാരാധന, രാത്രി അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും. ജനുവരി 31 ശനിയാഴ്ചയാണ് പ്രധാന ചടങ്ങുകൾ. 5 മണിക്ക് നട തുറക്കും. തുടർന്ന് ഗണപതി ഹോമം നടക്കും. ബിംബശുദ്ധി കലശപൂജകൾ, മറ്റ് വിശേഷ പൂജകൾ, അഭിഷേകങ്ങൾ, ശ്രീഭൂതബലി, രക്തേശ്വരിക്ക് ഗുരുതി തുടങ്ങിയ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കൊപ്പം ഉച്ചയ്ക്ക് പ്രസാദഊട്ടുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് കളഭാഭിഷേകം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ശ്രീകോവിലേക്കും അഭിഷേകത്തിനും ആവശ്യമായ നെയ്യ്, പൂജാസാധനങ്ങൾ, എണ്ണ, പുഷ്പങ്ങൾ, ശർക്കര എന്നിവ ഭക്തർക്ക് തിരുനടയിൽ സമർപ്പിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. 29 രാവിലെ മുതൽ പ്രസാദഊട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ സമർപ്പണം നടക്കും. 30 വൈകിട്ട് 7 മണിക്ക് പ്രാദേശിക ഗ്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, ആതിരരാവും ശേഷം ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി വരോട് വിശ്വകർമ്മ നഗറിൽ മേലെ വീട്ടിൽ 49 വയസ്സുള്ള രാജേന്ദ്രനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി വിവിധ രോഗങ്ങളാൽ പ്രയാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭാര്യ പ്രിയ, മക്കൾ യദുകൃഷ്ണ, ഋതുകൃഷ്ണ. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 1/7/2024 മുതൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ ലഭ്യമാക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത് ഗുണകരമല്ല, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ സംഘടന അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ 800 രൂപയും 14.57% ടാക്സ് എന്ന് പറയുമ്പോൾ 1000 രൂപയായി 2 ലക്ഷം രൂപയുടെ സഹായമാണ് കിട്ടുക. അപ്പോൾ ആ നിലയ്ക്ക് അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 രൂപയുടെ വില അല്ല ഉള്ളത്. ഇതിനേക്കാളും വലിയ വിലയുള്ള ഒരു കാലത്താണ് അത് വന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംഘടന ഇതിനോട് ശക്തമായി പ്രതികരിച്ചു പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ പോരാ എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. വിശിഷ്ടാതിയായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പങ്കെടുത്തു. 80 വയസ്സു കഴിഞ്ഞ പെൻഷൻകാരായ N ശിവശങ്കരൻ നായർ, E പാർത്ഥസാരഥി എന്നിവരെ PP വിജയൻ പൊന്നാടയണിച്ച് ആദരിച്ചു. AK അജിതകുമാരി ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി KM ഗംഗാധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KM നന്ദകുമാരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KM ഗംഗാധരൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K രാജേന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി AS വിജയൻ, M രാമേന്ദ്രൻ, K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KV ഹരിദാസ്, സെക്രട്ടറിയായി M കമലം, ട്രഷററായി KM നന്ദകുമാരൻ,
തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. 1/7/2024 മുതൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തോടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU കോട്ടായി യൂണിറ്റ് 34 വാർഷിക സമ്മേളനം കോട്ടായി മേജർ റോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. V രവീന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് അംഗം രമേശ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി P മാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ മുഖ്യ രക്ഷാധികാരി CM വർഗീസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി സുരേന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. T അനന്തകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം K പ്രഭാകരൻ മാസ്റ്റർ ഭരണാധികാരിയായി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാധാമോഹൻ സ്വാഗതവും ദേവദാസ് നന്ദിയും പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. A ലക്ഷ്മിക്കുട്ടി ടീച്ചർ പ്രാർത്ഥനാകാലം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഫാർമസി മേഖലയിലെ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഫെബ്രുവരി 2-3 തീയതികളിൽ പ്രൈം ഫാർമ കോൺക്ലേവ് സംഘടിപ്പിക്കും. 11 വിഷയങ്ങളിലായി 100-ലധികം പ്രബന്ധങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CI സജീദ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈം കോളേജ് ഓഫ് ഫാർമസിയുടെ സഹകരണത്തോടെ പ്രൈം കോളേജ് ക്യാമ്പസിലാണ് കോൺക്ലേവ്. പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ, ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണം, നാച്ചുറൽ പ്രൊഡക്ട്സ്, AI, ഡിജിറ്റൽ ഫാർമസി, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, റെഗുലേറ്ററി സയൻസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും ഗവേഷകർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഗവേഷണം നടത്തുന്നവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും. കോൺക്ലേവിൽ പങ്കെടുക്കാനായി അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ ഉൾപ്പെടെ 700ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ സാജിദ് അറിയിച്ചു. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാർമ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺഫറൻസാണ്. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഫ്രണ്ടയേഴ്സ് ഇൻ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസാണ്. പുറമെ ഈ പ്രോഗ്രാമിൽ സെപ്പറേറ്റ് വർക്ക്ഷോപ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിമൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. ലബോറട്ടറി അനിമൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഗവേഷണത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പാണ്. വേറൊരു വർക്ക്ഷോപ്പ് ഇവർക്ക് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. പുറമെ ഇതിൽ പങ്കെടുക്കുന്ന റിസർച്ച് സ്കോളേഴ്സിനും സ്റ്റുഡൻസിനും ഈവൻ ടീച്ചേഴ്സിനും എല്ലാം അവർ ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള സെപ്പറേറ്റ് പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് TM ജയൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി ശങ്കർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുഹമ്മദ് ഹാരിഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPM. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. നാടകോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയം. പ്രദർശനത്തിൽ നിറയുന്നത് നാടകങ്ങളുടെ രത്ന ചുരുക്കം. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടമുയരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. 6 ക്ലാസ് മുറികളുള്ള 2 നില കെട്ടിടം സർക്കാർ വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടാകും. കോട്ടായി വറോഡ് കണ്ണച്ചിപ്പറമ്പ് പൊറ്റ ഗ്രാമത്തിലെ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തിസുന്ദരമായി. പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ. വടനകുറിശി ശ്രീ തൃത്തന്തോന്നി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് ഒരുക്കങ്ങളായി. ശുദ്ധി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ജനുവരി 30-31 തീയതികളിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.